Good morning, students. At the question is if vector A is equal to I minus 3j plus 3k and vector j minus 3k, then the value of vector A cross B dot B is equal to. 5 options ആണ് തന്നിരിക്കുന്നത്. ഇത് ഏതാണ് കറക്റ്റ് എന്നാണ്. ഇവിടെ നമുക്ക് വെക്ടർ എയും വെക്ടർ ബിയും തന്നിട്ടുണ്ട്. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? എ ക്രോസ് ബി ഡോട്ട് ബി. എ ക്രോസ് ബി ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോക്സ് പ്രൊഡക്റ്റ് ആണ്. എ ബി. ഈ ബോക്സ് പ്രൊഡക്റ്റിലെ രണ്ട് വെക്ടേഴ്സ് സെയിം ആണ്. If two vectors are same, the answer will be simply 0. Answer 0. ബോക്സ് പ്രൊഡക്റ്റിലെ രണ്ട് വെക്ടേഴ്സ് സെയിം ആണെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരിക്കും? 0 ആയിരിക്കും. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ട് ആൻസർ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. If vector A and vector B are position vectors of the points alpha 3 0 and 1 0 0 respectively, and is the angle between the vectors vector A and B is pi by 4. Then the value of alpha is equal to 1, A2, C3, A4, E5. What are the questions, Anna? If vector A and vector B are position vectors of the points alpha 3 0 and 1 0 0 respectively, and if the angle between the vectors vector A and B is pi by 4, then the value of alpha value കണ്ടുപിടിക്കണം. വെക്ടർ എയുടെ പൊസിഷൻ വെക്ടർ എന്താണ്? ആൽഫ 3 0. Therefore വെക്ടർ എ നമുക്ക് എങ്ങനെ എഴുതാം? വെക്ടർ എ is equal to ആൽഫ I plus 3j plus 0k. അത് വെക്ടർ ബി എന്ത് എഴുതാം നമുക്ക്? വെക്ടർ ബി is equal to I plus 0j plus 0k. വെക്ടർ എ കിട്ടി, വെക്ടർ ബി കിട്ടി. ഇനി ഇവിടെ ആംഗിൾ ബിറ്റ്വീൻ തീറ്റ എത്ര തന്നിരിക്കുന്നത്? തീറ്റ is equal to pi by 4. അപ്പൊ വെക്ടർ എ കിട്ടി, വെക്ടർ ബി കിട്ടി, തീറ്റ കിട്ടി. ഇനി നമ്മൾ ഏത് ഫോർമുല കൊടുക്കണം? എ ഡോട്ട് ബി is equal to എ ബി cos തീറ്റ. ഡോട്ട് പ്രൊഡക്റ്റ് വരുമ്പോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്താണ്? എ ബി cos തീറ്റയാണ്. അപ്പൊ അതില് cos തീറ്റ എന്ന് പറയുന്നത് എന്താണ്? വെക്ടർ എ ഡോട്ട് ബി ബൈ എ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ, ബി എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ബി. That is cos theta cos pi by 4. Cos pi by 4 ന്റെ വാല്യൂ എത്രയാണ്? Cos pi by 4 is equal to 1 by root 2 cos 45 degree. A dot b എന്ന് പറഞ്ഞാൽ ഈ വെക്ടർ ബി നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. ഡോട്ട് പ്രൊഡക്റ്റ് നമുക്ക് ന്യൂമറേറ്ററിൽ ആൽഫ എന്ന് മാറ്റം. ഡിനോമിനേറ്ററിൽ മോഡുലസ് ഓഫ് ആൽഫ എന്താണ്? റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 9 into modulus of b എന്താണ്? റൂട്ട് ഓഫ് 4. നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് എന്ത് വരും? റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 9 is equal to root 2 alpha. Cross multiply root of alpha square plus 9 is equal to root 2 alpha. ഇനി ഇത് രണ്ട് ബോക്സ് സൈഡ് സ്ക്വയർ ചെയ്യാം. അപ്പൊ ആൽഫ സ്ക്വയർ പ്ലസ് 9 is equal to root 2 സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 2 alpha square.
ഈ ആൽഫ സ്ക്വയർ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആൽഫ സ്ക്വയർ ഇസ് ഈക്വൽ ടു 9 വരും. Therefore ആൽഫയുടെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? പ്ലസ് ഓർ മൈനസ് 3 അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. പ്ലസ് ഓർ മൈനസ് 3 ആണ് ആൽഫയുടെ വാല്യൂ. Therefore ആൽഫ ഇസ് ഈക്വൽ ടു പ്ലസ് 3. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻ വെക്ടേഴ്സ് ഉപയോഗിച്ച് വെക്ടർ എ എഴുതി, വെക്ടർ ബി എഴുതി. തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ഏത് ഫോർമുല ഉപയോഗിച്ചു? എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു എ ബി കോസ് തീറ്റ. അപ്പോൾ ഇന്ന് കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ എ ഡോട്ട് വെക്ടർ ബി മോഡുലസ് ഓഫ് വെക്ടർ എ മോഡുലസ് ഓഫ് ബി. അതിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? കോസ് π/4 ആണ്. അപ്പോൾ കോസ് π/4ന്റെ വാല്യൂ എത്രയാണ്? കോസ് 45 ഡിഗ്രി 1/√2. ദെൻ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ രണ്ട് പ്രൊഡക്റ്റ് വെക്ടർ നമ്മൾ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ആൽഫ എന്ന് കിട്ടും. താഴെ നമുക്ക് മോഡുലസ് ഓഫ് ആൽഫ റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 9 വരും. മോഡുലസ് ഓഫ് ബി റൂട്ട് ഓഫ് 1 വരും. ദെൻ നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് ആൽഫ സ്ക്വയർ പ്ലസ് 9 ഇസ് ഈക്വൽ ടു റൂട്ട് 2 ഇൻടു ആൽഫ വരും. അപ്പോൾ ആൽഫ സ്ക്വയർ പ്ലസ് 9 ഇസ് ഈക്വൽ ടു 2 ആൽഫ സ്ക്വയർ എന്ന് വരും. Therefore 9 is equal to alpha square വരും. Alpha is equal to plus or minus 3. Therefore option C is the correct answer. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question. If vector A is equal to 2i plus 3j minus 4k and vector B is equal to I plus 3j plus 2k, then a unit vector in the direction of vector A plus vector B is options are again A 1/6 into 3i plus 6j minus 2k. Option B 1/√7 3i plus 6j minus 5k. Option C 1/7 3i plus 6j minus 2k. Option D 1/√50 3i plus 6j minus 3k. Option E 1/√6 I plus 2j minus k. What is the question? Vector A is equal to 2i plus 3j minus 4k and vector B is equal to I plus 3j plus 2k. Then unit vector in the direction of vector A plus vector B. About A plus B direction unit vector കണ്ടുപിടിക്കണം. Unit vector in the direction of vector A. Unit vector in the direction of vector A. എന്താണ് ഫോർമുല? Vector A divided by modulus of vector A divided by modulus of vector A. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ A plus B ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് യൂണിറ്റ് വെക്ടർ in the direction of vector A plus B എന്ന് പറഞ്ഞാൽ എന്താണ്? വെക്ടർ A plus B divided by modulus of vector A plus B. ഇതാണ് ഫോർമുല. ഈ ഫോർമുല ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇവിടെ വെക്ടർ A എന്ന് പറഞ്ഞാൽ എന്താണ്? 2i plus വെക്ടർ B എന്ന് പറഞ്ഞാൽ എന്താണ്? I plus 3j plus 2k. അപ്പൊ നമ്മൾ ഈ രണ്ട് വെക്ടർ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2i plus 3i നമുക്ക് എന്ത് വരും? 3i. Then 3j plus 3j 6j. Then minus 4k plus 2k minus 2k divided by ഇനി A plus B യുടെ മോഡുലസ് എടുക്കാം. A plus B യുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ 3i plus 6j minus 2k യുടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ 3 യുടെ സ്ക്വയർ 9 6 36 plus 4. നമുക്ക് എന്ത് കിട്ടും? 3i
plus 6j minus 2k divided root എത്രയാണ്? അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3i plus 6j minus 2k divided by 7. ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി is the correct answer. ഓപ്ഷൻ സി ആണ് 1/7 3i plus 6j minus 2k. ഓപ്ഷൻ സി is the correct answer. ഇവിടെ നമ്മൾ ഒന്നും ചെയ്യാനില്ല. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്ടർ എ എന്ന് പറഞ്ഞാൽ വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ പ്ലസ് ബി ആണ്. അപ്പൊ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ പ്ലസ് ബി. അപ്പൊ എ പ്ലസ് ബി ഈ രണ്ട് വെക്ടർ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എ പ്ലസ് ബി കിട്ടും. അതിന്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3i plus 6j minus 2k by 7 കിട്ടും. ഓപ്ഷൻ സി is the correct answer. Okay, നോട്ട് ചെയ്തോളൂ കേട്ടോ.